പൈസ വാങ്ങുന്നു ഗൈസ്. പിടിച്ചു നിർത്തിയ പിടിച്ചു വെച്ചിരുന്ന പൈസ. ബംഗ്ലാദേശിലേക്കുള്ള സാധനങ്ങളാണ് ഗൈസ്. ഇത് കണ്ടില്ല, ഇത് കത്തിപ്പോയ വണ്ടിയാണ്. ഫുൾ അതിൻ്റെ എഞ്ചിൻ ഊരിക്കൊണ്ട് നിൽക്കുകയാണ് ഇപ്പോൾ. അപ്പം ധാരാ ഞാനെന്നറിയില്ലാണോ മാറി ചേച്ചി. ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് അഗൈൻ ട്രാവൽ വിത്ത്. ഞാൻ ഇപ്പോൾ ഉള്ളത് ഡൽഹിയിൽ നിന്ന് മുംബൈയിലേക്ക് പോകുന്ന വഴി ജയ്പൂർ കഴിഞ്ഞിട്ട് ഏകദേശം ഒരു 130 കിലോമീറ്റർ കഴിഞ്ഞിട്ടാണ് ഇപ്പോൾ ഉള്ളത്. തിരിച്ച് നാട്ടിലേക്ക് വരികയാണ്. സമയം ഇപ്പോൾ ഏകദേശം രാവിലെ 8 മണി ആവുന്നേ ഉള്ളൂ. അപ്പോൾ ഡൽഹിയിൽ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾ ഉണ്ടായിരുന്നു. കാരണം കുറച്ച് വീഡിയോ ചെയ്യാൻ വേണ്ടി പോയതല്ല, ശരിക്കും പറഞ്ഞാൽ കുറച്ച് ബിസിനസ്സിൻ്റെ കാര്യങ്ങളായിട്ട് പുതിയൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ ആവശ്യങ്ങൾക്കായി പോയതാണ്. അപ്പോൾ ഞാൻ ബൈ റോഡ് തിരിച്ച്, എൻ്റെ വണ്ടി ഇപ്പോഴും ഡൽഹിയിലുള്ളത്, ഇനി തിരിച്ച് ഡൽഹിയിലേക്ക് തന്നെ പോകണം. പോയിട്ട് കശ്മീർ നമ്മളെ ട്രിപ്പിൻ്റെ ബാക്കി പ്ലാനുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ കുറച്ച് ഡൽഹിയിൽ കുറച്ച് കാര്യങ്ങളൊക്കെ ആയിട്ട് നിന്ന് ഇനിയിപ്പോൾ നാട്ടിലുണ്ടാവും. ഏകദേശം ഒരു 10 ദിവസം നാട്ടിൽ കഴിഞ്ഞിട്ട് പിന്നെ തിരിച്ച് ഒന്നുകൂടി ഡൽഹിയിലേക്ക് പോകണം. അപ്പോൾ ഇപ്പോൾ ഇനി ഇവിടെ നിന്ന് നേരെ മുംബൈയിലൊരു ദിവസം കറങ്ങിയിട്ട് അവിടെ നിന്ന് പിന്നെ നേരെ നാട്ടിലേക്ക് 2-3 ദിവസം കൊണ്ട് നാട്ടിലെത്തും. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെയാണ് ഈ വീഡിയോ ഉണ്ടാവുക. അതിൻ്റെ മുമ്പ് കഴിഞ്ഞ ദിവസം ഞാൻ ഡൽഹിയിലുള്ള ഒരു വലിയൊരു മാർക്കറ്റ് പോയിരുന്നു. മായാപുരി നാട്ടിലൊരു മാർക്കറ്റ് പോയിരുന്നു. മായാപുരി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നാട്ടിലെ ഗുജറാത്ത്. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെ ഒന്ന് കണ്ടിട്ട് വരാം. ഇതുവരെ ഇവിടെ വരെ എത്തിയിട്ടുള്ള കാര്യങ്ങളും, അതായത് വരുന്ന വഴിക്ക് കുറച്ച് വീഡിയോസൊക്കെ എടുത്തിട്ടുണ്ട്. അപ്പം രാത്രിയായിരുന്നു, ഇന്നലെ രാത്രിയാണ് പോകുന്നത്, അതുകൊണ്ടാണ് അധികം വീഡിയോ എടുക്കാൻ പറ്റില്ല. അപ്പോൾ കുറച്ച് വീഡിയോ എടുത്തിട്ടുണ്ട്, അതൊക്കെ ഒന്ന് വീഡിയോയിൽ കാണിച്ചു തരാം. അതായത് നിങ്ങളൊന്ന് കണ്ടിട്ട് വരും. ഞാനിപ്പോൾ ഉള്ള ഡൽഹിയിൽ വണ്ടികളുടെ സൂപ്പർ മാർക്കറ്റ് എന്ന് അറിയപ്പെടുന്ന മായാപുരിയിലുള്ള, അതായത് ഗുജറി. ഈ മായാപുരിയിലാണ് ഇപ്പോൾ ഉള്ളത്. ഗുജറീൻ്റെ വണ്ടീൻ്റെ A to Z സാധനങ്ങൾ ഇവിടെ പൊളിച്ച് വിറ്റ് സ്പെയറായിട്ട് കൊടുക്കുന്ന ഒരു സ്ഥലത്താണ് ഇപ്പോൾ ഉള്ളത്. വണ്ടീൻ്റെ ടയറും സാധനങ്ങളൊക്കെ കേട്ടോ, അത്യാവശ്യം കട്ടുള്ള ഫുൾ ടയറുകളുണ്ട്. ഫുള്ള് മഴയും കൂടി പെയ്തപ്പോൾ ഫുൾ ചളിയായിട്ട് അലമ്പായിട്ട് കേട്ടോ അവിടെ. ശരിക്കും എന്താ പറയുക, എൻജിന് ഒരു വണ്ടീൻ്റെ എല്ലാ സാധനവും സ്പെയറായിട്ട്. നമ്മുടെ നാട്ടിലെ ഗുജറീൻ്റെ ഒരു ലോകം. ഇത് D ബ്ലോക്കാണ്. ഇവിടെയാണ് ഈ വണ്ടി സാധനങ്ങളൊക്കെ ഉള്ളത്. കടന്ന് പൊളിക്കുന്നുണ്ടല്ലേ. പൊളിഞ്ഞ വണ്ടിയും പൊളിയാത്ത വണ്ടിയും ഇതൊക്കെ ചിലപ്പോൾ പൊളിച്ചിടുക. എൻ്റെ മോനെ ഞാനവിടെ ബൈക്ക് വെച്ചിട്ടാണ് വന്നത്. ബൈക്ക് പൊളിച്ച് കയറ്റൂലേക്ക്. തിരിച്ചെത്തുമ്പോഴത്തേക്ക് ചിലപ്പോൾ ബൈക്ക് ഉണ്ടാവില്ല. എൻ്റെ മുന്നിൽ ലോറീൻ്റെ ഒക്കെ വീല് കിട്ടോ, വീല് അതുപോലെ മറ്റേ സാധനങ്ങളൊക്കെ ഇല്ലേ. എന്താ അത് മൊത്തം വേനറൊക്കെ ഇതൊക്കെ പൊളിച്ച് പാർട്സായി പോകും. ഇതൊക്കെ പോയി എവിടെ ഇട്ടിച്ച് സാധനം തോന്നിട്ടോ. നല്ല വണ്ടിയില്ല. ഇത് കൊടുക്കാറില്ലാണോ പൊളിക്കാറില്ലാണോ? ഒരു വണ്ടിക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ ഗുജറി ഐറ്റംസും, അതായത് സെക്കൻഡ് ഹാൻഡ് ഐറ്റംസ് വണ്ടി പൊളിച്ച് അത് പാർട്സ് ഓരോന്നിനും ഓരോ കടയാട്ടോ, ഓരോ ഏരിയയാണ്, ഓരോ ബ്ലോക്കിലാണ് ഓരോ വണ്ടീൻ്റെ ഓരോ ഐറ്റംസും. അതിന് 10-30 കടകൾ. ഈ 10-30 കടകളിലായിട്ട് ഒരേ ഐറ്റമൊക്കെ ഉണ്ടാവുക. ഈ ഡോറ് പൊളിച്ചിരിക്കുന്നവർക്ക് ഡോറ് മാത്രം, അതുപോലെ വീൽ കപ്പാണ് വീൽ കപ്പ്, ടയറാണ് ടയർ. അങ്ങനെ ഒരു ലോകം, വണ്ടിയുടെ സ്പെയറിൻ്റെ ഒരു ലോകം എന്ന് പറയുന്നത്. സെക്കൻഡ് ആട്ടോ ഫുള്ള്. അതുപോലെ ഈ വണ്ടിയൊക്കെ ജിപ്സി ഇതൊക്കെ കൊടുക്കാനുള്ളതാണ്. അപ്പോൾ ഇതിൻ്റെയൊക്കെ പേപ്പർ കിട്ടാൻ ലേശം ബുദ്ധിമുട്ടായിരിക്കും. ഇതുപോലെ ഈ വീലൊക്കെ അല്ലേ, ഇതൊക്കെ കൊടുക്കാനുണ്ട്. അതൊക്കെ നല്ല വൃത്തിയുള്ള വണ്ടി. ഈ കാണുന്ന വണ്ടി, ഈ ജിപ്സി ഇതൊക്കെ കൊടുക്കാറില്ല. സീറ്റ് സാധനങ്ങൾ കണ്ടില്ലേ. ഈ കാണുന്ന VM ഒക്കെ പൊളിച്ച് 4-5 കഷ്ണമാവും. പല ഐറ്റംസ് ആവും. ഈ എംബ്ലം വരെ ഇവർ ഊരി വിറ്റ് അത് വരെ ഊരി വെക്കും. പക്ഷേ സുഖമായിട്ട് നമുക്ക് എല്ലാ സ്പെയറും സെക്കൻഡ് ഹാൻഡ് സാധനങ്ങൾ വരും. ശരിക്കും ഞാൻ വന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാനെടുത്ത പജറോൻ്റെ പിന്നെ കുറച്ച് സ്പെയർ സാധനങ്ങളൊക്കെ നോക്കാൻ വേണ്ടിയിട്ടാണ് പോകുന്നത്. നമുക്ക് മുകളിൽ വരെ കണ്ടില്ല വണ്ടി നിൽക്കുന്നത്. അവിടത്തേക്ക് അങ്ങ് എങ്ങനെ കയറ്റിയാവും. ഇതൊക്കെ പൊളിച്ച് വിൽക്കാനുള്ള തന്നെയാണ്. ചിലപ്പോൾ പേപ്പർ, അതായത് ഇവിടെ 10 വർഷം ഡീസൽ വണ്ടി ഉപയോഗിക്കാൻ പാടില്ല. കഴിഞ്ഞ് പേപ്പറൊന്നും കിട്ടാത്ത സാധനമൊക്കെ എല്ലാ വണ്ടിയും പൊളിച്ച് വെക്കും. ഇതുപോലെ സ്പെയർ ആവും. എന്നിട്ട് ഓരോ സാധനങ്ങളായിട്ട് പോകും. ഒരു കഥാസുഖം. ഈ ജിപ്സിയൊക്കെ കൊടുക്കാനുള്ളതാണ്. പക്ഷെ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ പേപ്പർ ക്ലിയർ ആയി കിട്ടും. നല്ല
ബുദ്ധിമുട്ടാണ്, സമയമെടുക്കും ഒരുപാട്. പിന്നെ പോയി വരവ് കാര്യങ്ങളൊന്നും നടക്കാത്തതിനെ കൊണ്ട് നോക്കാം. അതുപോലെ ഈ സിറ്റി സാധനങ്ങൾ ഇതൊക്കെ കൊടുത്തിട്ട് വലിയ കാര്യം, ഇതൊക്കെ പൊളിച്ചിട്ട് നല്ലത്. ഫുള്ള് മഴ പെയ്തിട്ട് ഫുൾ ചളി കേട്ടോ ഇവിടെ. ഇന്നലെ 2 ദിവസമായിട്ട് ഡൽഹിയിൽ മഴ ചെയ്തു. വണ്ടി മാത്രമല്ല കേട്ടോ, വലിയ മോട്ടറും സാധനങ്ങളൊക്കെ ഉണ്ട് ഇവിടെ. ഓരോന്നിനും ഓരോ ബ്ലോക്കാണ്. മീൻസ് ഗുജറിയാണിത്. ഓരോ സാധനത്തിന് ഇവിടെ അറിയപ്പെടുന്ന A മുതൽ Z വരെ ബ്ലോക്ക്. ഓരോ ബ്ലോക്കിലും ഓരോരോ സാധനങ്ങൾ. ഇത് പുതിയ വണ്ടിയല്ലേ, ഇതിൻ്റെ ഒരു കത്തിയ വണ്ടി ഉണ്ട് അവിടെ കാണിച്ചു തരാം. ഇത് കണ്ടില്ല, ഇത് കത്തിപ്പോയ വണ്ടിയാണ്. ഫുൾ അതിൻ്റെ എഞ്ചിൻ ഊരിക്കൊണ്ട് നിൽക്കുകയാണ് ഇപ്പോൾ. മോനെ എന്ത് നയിപ്പുണ്ട്, എന്ത് വെയിറ്റ് ഉണ്ടാകുന്ന അറിയ സാധനം. ലോറീൻ്റെ ഒക്കെ വീൽ കപ്പ് കൂട്ടിയിട്ടുണ്ട്. ഈ കാണുന്നത് കണ്ടില്ലേ ടയർ, ഇത് ലോറീൻ്റെ ടയറുകളാണ്. ഇതിന് എന്താക്കും, ഇത് സെക്കൻഡായിട്ട് കൊടുക്കുന്നത് നടക്കില്ല, പൊളിച്ചു വന്നത്. ഇത് അത്യാവശ്യം നല്ല കട്ടുള്ള ടയറാണ്. എങ്ങനെ വണ്ടീൻ്റെ ബോണറ്റ് അതുപോലെ ബമ്പർ സാധനങ്ങളൊക്കെ അതാ മുകളിൽ കിടക്കുന്നത്, ബിൽഡിങ്ങിൻ്റെ മുകളിൽ. ഇതൊക്കെ ക്രെയിനിൽ പൊക്കി വെക്കുന്നത് കേട്ടോ. ഇതാണ് വണ്ടികളൊക്കെ പൊളിക്കാനുള്ളത് അവിടെ. ഇതേ കിടക്കുന്ന നമ്മളെ മുത്തുമണിമാൻ ഫുൾ ചളിപൊളി ആയിട്ടുണ്ട്. ഇപ്പം ഹൈവേയിലുള്ളൊരു കടയിലുള്ളത്. അപ്പോൾ ഈ വണ്ടിയിലാണ് നമ്മൾ നാട്ടിലേക്ക് വരുന്നത് കേട്ടോ. അപ്പോൾ ഈ ഹോണ്ട സിറ്റിയിലാണ് നാട്ടിലേക്ക് വരുന്നത്. ഷെയർ വണ്ടി കിടന്ന് ഉറങ്ങുന്നുണ്ട്. ഇവിടെ ഈ ലോറിക്കാർക്കൊക്കെ വേണ്ടിയിട്ടുള്ള സംഭവങ്ങൾ, സെറ്റപ്പുകൾ, ഇവിടെ ഇരുന്ന് ഭക്ഷണം കഴിച്ച് ചായ കുടിച്ച് കിടക്കാനുള്ള സെറ്റപ്പ് ഉണ്ട്. കിടക്കുന്നവർക്ക് കിടക്കാം. റൈസ്ക്ക് പിന്നെ എവിടെ പോയാലും കള്ളിമുണ്ടും അല്ലേ, അവിട്ടൊരു കളിയില്ല. എന്താ ചെയ്യാ, തനി നാടൻ റൈസ്ക പോലെ എവിടേക്ക് ഇയും കൂടെ പോന്നെ. ചായ കുടിക്കാൻ വേണ്ടി അടിപൊളി ചായ. ഒന്ന് കുടിച്ചു കഴിഞ്ഞപ്പോൾ ഒന്നും കൂടി കുടിക്കാനൊരു മൂഡ്. ഇഞ്ചി ചായ കേട്ടോ. നോക്കണ്ട, ഇവിടെ ഇങ്ങനൊക്കെ തന്നെ ഉണ്ടാവുള്ളൂ. ഒക്കെ പിന്നേലും വൃത്തിയുണ്ട്. ഡൽഹിയിലുള്ള ഓരോ സ്ഥലങ്ങളുടെ വൃത്തികേട്. പാർഗഞ്ചിലാണ് ഞങ്ങൾ താമസിച്ചിരുന്നത്. പാർഗഞ്ചിലൊക്കെ വൻ അബദ്ധമാണ്. അതായത് വൃത്തിയില്ലാത്തൊരു ഏരിയയാണ്. പക്ഷെ അവിടെ റൂമും കാര്യങ്ങളൊക്കെ റെൻ്റ് വൃത്തിയുള്ള റൂമാട്ടോ. റൂമൊക്കെ അടിപൊളി റൂമുകളൊക്കെ ആയിരുന്നു, കുഴപ്പമൊന്നുമില്ല. ഉഷാർ റൂമായിരുന്നു. ഡൽഹി പോയത് ശരിക്കും എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഈ വണ്ടി എടുക്കാൻ വേണ്ടിയിട്ടാണ്. ഒന്ന് ഇവനാണ്, പിന്നൊന്ന് ഞങ്ങൾ ബാംഗ്ലൂരിലേക്ക് എത്തിയിട്ടുണ്ട്. പിന്നെ അവിടെ പോയിട്ട് ബാംഗ്ലൂരിൽ പോയിട്ട് അതിൻ്റെ വീഡിയോസ് കാണിച്ചു തരുന്നതായിരിക്കും. വണ്ടീൻ്റെ ബാക്കിലൊക്കെ ഫുൾ ഓടാട്ടോ. ഇതിൻ്റെ അടിയിലും കുറച്ച് സാധനങ്ങളുണ്ട്, കുത്തി നിറച്ച് വെച്ചിരിക്കണം. അത് ശരിക്കും താന്നെടുക്കുന്നുണ്ടല്ലേ ലോഡ് കൊണ്ടേ. സിറ്റിൻ്റെ ടോട്ടലി സിറ്റിൻ്റെ ഷേപ്പ് എങ്ങനെ വെച്ചിട്ടുണ്ടെങ്കിൽ ലേശം മുകളിൽ പൊന്തിയിട്ടൊക്കെയുണ്ട്. പക്ഷേ ഇത് താന്നെടുക്കുന്നുണ്ടല്ലേ. ഡൽഹി വീഡിയോസ് ഞാൻ എൻ്റെ ചാനലിൽ മുമ്പ് ഡൽഹി, മണാലി, അതുപോലെ തന്നെ കാശ്മീർ പോയ സമയത്തൊക്കെ ഡൽഹി വീഡിയോസ് 2 വട്ടം ഇട്ടിട്ടുണ്ട്. കുത്തബ് മിനാർ ആണെങ്കിലും അതുപോലെ ജുമാ മസ്ജിദ് കാര്യങ്ങളൊക്കെ ഞാൻ എൻ്റെ ചാനലിൽ കാണിച്ചിട്ടുണ്ട്. പശുവോ മുമ്പ് ചാനലിലെ പശുവോ. ഇതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ കുഴപ്പം. ഈ ഹൈവേ കൂടി വണ്ടി ഓടിച്ച് പോകുമ്പോഴും പശു ഉണ്ടാവും മുമ്പിൽ. പിന്നെ പോകുന്ന വഴിക്കൊക്കെ കുറേ പട്ടികത്ത് ഇറക്കുന്നുണ്ട്, ലോറി കയറിയിട്ട്. അപ്പോൾ ഞാൻ അതുകൊണ്ടാണ് ഡൽഹി വീഡിയോ അല്ലാതെ ചെയ്യാണ്ടിരുന്നിട്ടുള്ളത്. പിന്നെ എന്നാൽ രാത്രി അവിടെ നിന്ന് പോകുന്നതിനെ കൊണ്ട് രാത്രിയത്തെ എന്താ പറയുക, അവിടെ നിന്ന് ഇറങ്ങുമ്പോൾ ഉള്ള വീഡിയോസ് കിട്ടാണ്ടായിട്ടുള്ളത്.
അപ്പം ചാനലിൽ മുമ്പത്തുള്ള എൻ്റെ പ്ലേലിസ്റ്റിൽ തന്നെ ഉണ്ട് മണാലി പിന്നെ യാത്രയുടെ പ്ലേലിസ്റ്റിൽ ഉണ്ടാവും. ഡൽഹി വിശേഷങ്ങളും ഡൽഹിയിലെ എല്ലാ സ്ഥലങ്ങളും കവർ ചെയ്തിട്ടുള്ളത്. ഇപ്പം ഇനിയിപ്പോൾ ഇവിടുന്ന് ഏകദേശം 1000 കിലോമീറ്റർ കൂടി ഉണ്ട് മുംബൈയിലേക്ക്. ഇപ്പം 400 കിലോമീറ്റർ ഓടിക്കഴിഞ്ഞ് ഡൽഹിയിൽ നിന്ന് ഒരു 1000 കിലോമീറ്റർ കഴിഞ്ഞാൽ മുംബൈയിലെത്തും. ബോംബെയിൽ നിന്ന് ഒരു ദിവസം 2 ദിവസം അവിടെ ഉണ്ടാവും. അത് കഴിഞ്ഞിട്ടായിരിക്കും നാട്ടിലേക്ക് പോകാം. ഡൽഹി കഴിഞ്ഞ് 500 കിലോമീറ്റർ ഏകദേശം കഴിഞ്ഞ് ഇപ്പോൾ ജയ്പൂർ കഴിഞ്ഞ് നേരെ മുംബൈ ഹൈവേയിൽ മുംബൈ റോഡിൻ്റെ പകുതി ഏകദേശം എത്തിയിട്ടുണ്ട്. അപ്പം ഇവിടെയൊക്കെ സമയം ഏകദേശം 10 മണിയായിട്ടും എന്താ പറയുക, ഈ തണുപ്പുള്ള ടൈം നവംബർ മാസം അതിനെ കൊണ്ടുള്ള അവസ്ഥ നല്ല തണുപ്പാണ് പുറത്തെപ്പോഴും. അപ്പോൾ ആ ഒരു സംഭവത്തിലുള്ള അതുപോലെ തന്നെ 2 സൈഡിലായിട്ട് ഫുൾ കൃഷിയും കാര്യങ്ങളൊക്കെയാണ്. ആ സൈഡിലും റോഡിൻ്റെ അപ്പുറത്തെ സൈഡും അതുപോലെ ഈ സൈഡും കൃഷി കാര്യങ്ങൾ. പിന്നെ ഇവിടെ രാജസ്ഥാനിലാണല്ലോ ഉള്ളത്. അപ്പോൾ ഈ രാജസ്ഥാനിൽ ഒരുപാട് ഇനി അങ്ങോട്ട് കുറച്ച് മുമ്പോട്ട് പോയിട്ടുണ്ടെങ്കിൽ ഈ മാർബിൾസിൻ്റെ ഒരു ഏരിയ തന്നെ ഉണ്ട്. ഫുൾ മാർബിൾ ഷോപ്പായിരിക്കും, മാർബിൾ വെക്കുന്ന ഹോൾസെയിൽ പരിപാടികൾ. ഒരുപാട് അങ്ങോട്ട് എത്തിയുണ്ട്. അപ്പോൾ വയ്യ, വണ്ടി ഓടിച്ച് സൈഡായി. അപ്പം ഈ കാണുന്ന സൈഡിൽ കാഴ്ചകൾ കാണിക്കാൻ വേണ്ടി നിർത്തി. പിന്നെ അത് അവിടെ പേരൊക്കെയാണെന്ന് തോന്നുന്നു, പേരൊക്കെ വിൽക്കുന്നുണ്ട്. ഗൂഗിൾ പേ ഉണ്ടെങ്കിൽ വാങ്ങണം. അടിപൊളി റോഡ് ഹൈവേ കേട്ടോ. അവിടെയൊക്കെ മറ്റേ ടെൻ്റൊക്കെ കിട്ടിയ ആൾക്കാർ താമസിക്കുന്നു. വരുന്ന വഴിക്ക് കണ്ടൊരു കാഴ്ചയാണ്. ഇങ്ങനത്തെ പുതപ്പാണ് നമ്മുടെ നാട്ടിലേക്കൊക്കെ വരുന്നത്. ഇവരിവിടെ ഇതാ കൂട്ടിയിട്ടിട്ട് പാക്ക് ചെയ്ത് പാർസലിനുള്ള പരിപാടിയാണ് തോന്നുന്നു. അത് അടിപൊളി പുതപ്പ്. ഇതിന് എന്താണോ വില? ഭായ് ഇധർ സെ भेजेगा कितना है इसका? 1500 1500 रुपया. 1500 रुपയൊക്കെയാണ് വില. കുറഞ്ഞ 1000 രൂപ 500 രൂപ കിട്ടും. ഒരുപാട് ദൂരം സഞ്ചരിച്ചു. ഇനി ഈ താപയ്ക്ക് ഒരു ഫുഡ് കഴിക്കട്ടെ. ഏകദേശം 650 കിലോമീറ്റർ കഴിയുമ്പോൾ തന്നെ 2000 റുപ്യേൻ്റെ അടുത്ത് ടോളിന് മാത്രമായിട്ടുണ്ട് കേട്ടോ. നല്ല ടോളിൻ്റെ പൈസ കുറേ ആവും. അതുപോലെ എപ്പോഴും പറയുന്ന പോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. വീഡിയോസൊക്കെ ചില കാരണങ്ങൾ കൊണ്ട് ഞാൻ പറഞ്ഞില്ലേ, ഇങ്ങനത്തെ കുറച്ച് പ്രശ്നങ്ങൾ കൊണ്ടാണ് കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോ ഇടാൻ പറ്റാത്തത്. ഇവിടെ വന്നിട്ട് ഒരുപാട് പരിപാടികൾ ഇപ്പോൾ ഏകദേശം 10 ദിവസം ഡൽഹിയിലുണ്ടായിരുന്നു. ഈ 10 ദിവസം ഓരോ പരിപാടികളിലായിരുന്നു. അപ്പോൾ അതുകൊണ്ട് എനിക്ക് പോകാൻ, പിന്നെ ഒന്നാമത് ഡൽഹി വീഡിയോസൊക്കെ ഞാൻ എൻ്റെ ചാനലിൽ ഇട്ടിട്ടുണ്ട്. ഇട്ടതന്നെ പിന്നെ ഇടണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് പിന്നെ എടുക്കാണ്ടിരുന്നുള്ളത്. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അഭിപ്രായങ്ങളൊക്കെ കമൻറ്റായിട്ട് തന്നെ അറിയിക്കുക. ഐസ് നല്ല അടിപൊളി മഴയാണ്, ഫുൾ ചളിപ്പിളി മഴ. എടാ ഇവിടെയൊക്കെ ഞാൻ വന്നൊരു ഓർമ്മ ഉണ്ടോ എനിക്ക്? നല്ല സ്നാക്സ് ഇട്ട് തിന്നാൻ വാങ്ങിയാലോ ഗൈസ്. ഇപ്പോൾ ഉള്ളത് ഞങ്ങൾ രാജസ്ഥാനിൽ തന്നെ ഒരു കുഗ്രാമത്തിലാണ്. ഇനി നമ്മൾ അടുത്തത് മധ്യപ്രദേശിലേക്ക് കയറാൻ പോകുന്നത്. അതിൻ്റെ മുമ്പ് എന്തെങ്കിലും ഫുഡ് കഴിക്കണം. ഇവിടെയൊക്കെ ആണെങ്കിൽ ഒന്നും കിട്ടാനുമില്ല. നല്ല വൃത്തിയുള്ള സ്ഥലം, നല്ല രസമില്ല ഇവിടെ കാണാൻ. എന്താണോ ചാടകമാണെങ്കിലും ചളിയാണെങ്കിലും നല്ല വൃത്തി. എനിക്കില്ല വണ്ടി നാശാവല്ലോ. ഏകദേശം ഓടി മധ്യപ്രദേശിലെത്തിയാണ് ഇവിടുന്ന്. പിന്നെ ഇൻഡോർ എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക്. പിന്നെ അപ്പോഴാണ് ഞാൻ ഈ ഓറഞ്ച് തോട്ടം കണ്ടത്. ഈ സീസണിൽ നാട്ടിലേക്ക് വരാനുള്ള ഓറഞ്ച് ആട്ടോ. ഉള്ളിലേക്ക് കമ്പിയിലിട്ട് ഇതാക്കിയിട്ടുണ്ട്. അപ്പോൾ ഈ ഓറഞ്ചുകളൊക്കെ പിന്നെ നാട്ടിലേക്ക് വരാനുള്ളത്. നമ്മളവിടെ ചേച്ചി ഇരിക്കുന്നുണ്ട്, അവരോട് ചോദിച്ചു നോക്കട്ടെ ഉള്ളിലേക്ക് കയറ്റി വിടുമെന്ന്. ജസ്റ്റ് ഒരു പറിച്ച് തിന്നാൻ സമ്മതിക്കുകയാണെങ്കിലോ.
ഗായ്സ് ഉള്ളിലേക്ക് വിടില്ല. എന്താ മൈന? ഇരട്ട മൈനയാണ്. പക്ഷേ ഇല്ല. എടാ വിടൂലെന്ന് പറയുന്നത്? വിടൂല, ഉള്ളിലേക്ക് വിടൂല. അവരുടെ പേഴ്സണൽ യൂസിനുള്ള ഒരു പേഴ്സണൽ സ്റ്റാഫ് മാത്രമല്ല. पूरा किधर जा रहा है? ओ मतलब ബംഗ്ലാദേശ് जा रहा है. ബംഗ്ലാദേശിലേക്കുള്ള സാധനങ്ങളാണ് ഗൈസ്. ഉള്ളിലേക്ക് കയറ്റിയുള്ള അവരുടെ സേർട്ട് ഉണ്ട്. हाजी ये कितना जगह में है? 3 बीघा में. 3 है. अलग ये दूसरा आदमी का अलग टुकड़े. हाँ हाँ हाँ. अच्छा. സംഭവം ഇത് കുറേ ഉണ്ട്, ഏക്കർ കണക്കിനുണ്ട് എന്ന് പറഞ്ഞാൽ. ഉള്ളിലേക്ക് കുറേ പോകാനൊക്കെ ഉണ്ട്. हाँ जी हाँ हाँ. फिर उधर जाने का रास्ता भी बहुत है. अच्छा हाँ हाँ. मुंबई में जा रहा है अभी. उसमें चढ़ोगे, उसमें बहुत बगीचे दिखेंगे. हाँ हाँ. कितना दिन बाकी है वो टुकने के लिए? अभी 30 तारीख को ये तो और बाहर कट गया मां के 30 तारीख तक पर मौसम खराब हो गया जो नहीं आए व्यापारी. हाँ सही है. आज बारिश भी थोड़ा है ना. चलो ठीक है, शुक्रिया. അപ്പോൾ ഗായ്സ് ഞങ്ങൾ ഇവിടുന്ന് പോവാണ്. വണ്ടീനെ കുറേ കണ്ടില്ല, പെരും മഴയും ചളിയാണ്. ഓറഞ്ചിൻ്റെ കഴിഞ്ഞ പാട് ഞങ്ങൾക്കൊരു എക്സ്പ്രസ് വേ കിട്ടി. എക്സ്പ്രസ് വേ കിട്ടിയിട്ട് ഇപ്പോൾ ഏകദേശം സമയം എത്രയെന്ന് അറിയോ? ഞാൻ 1.5 മണിക്കൂർ ഈ വഴിയിൽ കൂടെ പോയിട്ട് ഇപ്പം തന്നെ ഞങ്ങൾ നോക്ക്, ആ തലക്കൽ മുതൽ ഈ തലക്കൽ വരെ ഒരൊറ്റ വണ്ടിയില്ല, 4 വരി പാതയാണ്. ഇത് ആർക്ക് വേണ്ടി ഉണ്ടാക്കി വെച്ചതെന്ന് എനിക്ക് മനസ്സിലായില്ല. ടോളും കൊടുത്ത ആൾക്കാർ ഒരു മനുഷ്യല്ല ഇവിടെ. കണ്ട ഗായ്സ്, ഇത്രയും വലിയൊരു എക്സ്പ്രസ് വേ ഉണ്ടാക്കി വെച്ചിട്ട് ഒരു മനുഷ്യനില്ല. ഞങ്ങൾ വണ്ടി എവിടെ നിർത്തിയിട്ട് അറിയോ? എക്സ്പ്രസ് വേൻ്റെ സെൻറ്ററിൽ ഞാൻ നിർത്തിയിട്ടില്ല. ഒരു മുംബൈയിലൊക്കെ ഇനി ഇവിടുന്ന് 860 കിലോമീറ്റർ ഉണ്ട് മുംബൈയിലെത്താൻ. വണ്ടിയൊക്കെ പെരും മഴ, വണ്ടിയൊക്കെ ചളിയായി അലമ്പായുണ്ട്. നാട്ടിൽ കൊണ്ടുപോയിട്ടൊന്ന് കുളിപ്പിച്ചെടുക്കണം അവന്. അപ്പം ഞാൻ പറഞ്ഞ ഈ ഒരു എക്സ്പ്രസ് വേയുടെ മുകളിൽ ഇങ്ങനെ നിൽക്കാം. ഇതുപോലൊരു എക്സ്പ്രസ് ഞാൻ ഇതുവരെ എൻ്റെ ലൈഫിൽ പോയിട്ടില്ല. ഇങ്ങനത്തെ ഒരു എക്സ്പ്രസ് വേയിൽ കൂടി, അത് മീൻസ് ഒരു വണ്ടിയുമില്ല, ഒറ്റ വണ്ടിയുമില്ല. ഗൈസ് ഞങ്ങളിനി മുംബൈയിലൊക്കെ എത്താൻ ഇനിയുണ്ട് 100-600 കിലോമീറ്റർ. അപ്പോൾ ഞാൻ ഈ തൽക്കാലം ഇന്നത്തെ വീഡിയോയുടെ വൈൻഡപ്പ് ചെയ്യാണ്. നാളെ മുംബൈ രാവിലെ എത്തിയിട്ട് ഇപ്പോൾ രാത്രി ആയിട്ട്. പിന്നെ വെച്ചിട്ടുണ്ടെങ്കിൽ ടോള് എൻ്റെ പൊന്നോ എന്തോരം ടോളാണല്ലോ. ഇപ്പം തന്നെ ഏകദേശം 2000 രൂപേൻ്റെ അടുത്ത് ടോള് മാത്രം കൊടുത്ത് നമ്മൾ ടാക്സ് അടച്ച് ഓടുന്ന വണ്ടിക്ക് ആ ടാക്സ് കൊണ്ട് ഉണ്ടാക്കുന്ന റോഡിന് വേറെ ടാക്സ് ടോള് കൊടുത്ത് പോകേണ്ട അവസ്ഥ. എന്തൊക്കെയാണെങ്കിലും ഇന്നത്തെ വീഡിയോ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാണ്. നാളെ മുംബൈയിലെ വീഡിയോസായിട്ട് വരാം. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അഭിപ്രായങ്ങളൊക്കെ കമൻ്റായിട്ട് തന്നെ അറിയിക്കണം. ഇനി എന്ത് മോശമാണെങ്കിലും നല്ലതാണെങ്കിലും അഭിപ്രായം കമൻ്റായിട്ട് അറിയിക്കാം. ഇതോട് കൂടിയിട്ട് 38ാമത്തെ ടോളാണ് നമ്മളിപ്പോൾ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അപ്പം എന്താ ഞാനെന്നറിയില്ലാണോ മാറി ചേച്ചി. അപ്പം ഇതോട് കൂടിയിട്ട് വീഡിയോ അവസാനിപ്പിക്കുകയാണ്. അതുവരെ ഒരു 10 രൂപ എടുക്കണം. വണ്ടി പോകുന്നതാവും. ഞാൻ ചേച്ചി കണ്ടിട്ട് ഇങ്ങോട്ട് വരികയാണ്. ഒന്നും ഉണ്ടാക്കുമല്ലോ അനുഗ്രഹങ്ങൾ കിട്ടി റൈസിന്. മുംബൈ വീഡിയോസൊക്കെ കണ്ടിന്യൂസ് ആയിട്ട് കാണാം. ഇനി അങ്ങോട്ടേക്ക് വീഡിയോസ് ഉണ്ടാകും. നമ്മൾ ബാംഗ്ലൂരിലേക്ക് എത്തിയിട്ട് വണ്ടി എടുക്കാൻ പോകണം. നാട്ടിലേക്ക് പോകുന്നുണ്ട്. അപ്പോൾ ഒരുപാട് വീഡിയോസ് വരും. അപ്പം സപ്പോർട്ട് ചെയ്യുക. അഭിപ്രായങ്ങളൊക്കെ കമൻ്റ് ആയിട്ട് തന്നെ അറിയിക്കും. പൈസ പിടിച്ചു നിർത്തിയ പിടിച്ചു വെച്ചിരുന്ന പൈസ ഉണ്ടോ? ഇതാണ് സ്ഥിതി. ഒരുപാട് ദൂരം ഇനിയും മുംബൈയിലേക്ക് പോകാനുണ്ട്.